ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ബാക്ക് സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ലോക്ക് സ്റ്റിച്ച് പോലെയാണ്, അതായത് കെട്ടിടുന്നതാണ്. നമ്മളിതുപോലെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ചിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പ്രഷർ ഫൂട്ടറിന് മുകളിലോട്ട് തൂക്കണം, അതുപോലെ ആ സൂചിയും മുകളിലോട്ടാക്കണം. എന്നിട്ട് ആ ക്ലോത്തിനൊന്ന് ഫ്രണ്ടിലോട്ട് വലിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീണ്ടും സ്റ്റാർട്ടിങ് പോയിന്റിൽ സൂചി പോകും. എന്നിട്ട് പ്രഷർ ഫൂട്ടറിനെ താഴ്ത്തി വെച്ചിട്ട് വീണ്ടും പഴയതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എൻഡിൽ വരുമ്പോൾ വീണ്ടും അതുപോലെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പ്രഷർ ഫൂട്ടറിനെ ഒന്ന് പൊക്കി കൊടുക്കുക. അതുപോലെ തന്നെ സൂചി ഒന്ന് പൊക്കി വെച്ചതിന് ശേഷം വീണ്ടും ആ തുണി എന്ത് ചെയ്യണം, ശകലം ഫ്രണ്ടിലോട്ട് വലിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും പഴയതുപോലെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ ലോക്ക് കിട്ടും. എൻ്റെ കയ്യിലിരിക്കുന്ന മെഷീൻ പഴയ മോഡലാണ്. അതിൽ നമ്മളിതുപോലെ പ്രഷർ ഫൂട്ടറും സൂചിയും പൊക്കി കൊടുത്ത് വെച്ചതിന് ശേഷം വലിച്ചിങ്ങനെ ഇളുത്തിട്ട് സ്റ്റിച്ച് ചെയ്യും. പക്ഷേ മെഷീനുകളിലൊക്കെ ഒരു ബട്ടൺ ഉണ്ടാകും. അതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ബാക്കിലോട്ട് സ്റ്റിച്ചായി പോകും. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതാവുന്നൂടെ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ട് സൂചി മുകളിലോട്ട് പൊക്കിയതിന് ശേഷം പ്രഷർ ഫൂട്ടർ മുകളിലോട്ട് പൊക്കിയിട്ട് ആ ക്ലോത്തിനൊന്ന് ഫ്രണ്ടിലോട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എത്തും. വീണ്ടും നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളിത് പഠിച്ചതിന് ശേഷം ഇനി എപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്താലും ഇതുപോലെ ലോക്കിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. എൻഡിൽ നമുക്ക് എങ്ങനെയൊന്ന് കാണാം. നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പ്രഷർ ഫൂട്ടറിൻ്റെ മുകളിലോട്ട് തൂക്കുക. അതുപോലെ സൂചി മുകളിലോട്ട് വന്നതിന് ശേഷം ആ ക്ലോത്ത് ഫ്രണ്ടിലോട്ട് വലിക്കുക. എന്നിട്ട് വീണ്ടും താഴ്ത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ചിങ് ഒന്നും പിരിഞ്ഞ് വരത്തില്ല, അതവിടെ ലോക്കാകും. നിങ്ങളിത് കറക്റ്റായിട്ട് കുറേ പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് സ്പീഡായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടിരിക്കുന്ന ആ ഫ്ലോയിൽ തന്നെ ഇതങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് സ്പീഡായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് പെട്ടെന്ന് കണ്ടോ, ഇതുപോലെ അങ്ങ് പെട്ടെന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഞാനതായത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടയിലൊന്നും ഞാനതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ പെട്ടെന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്യും. കണ്ടോ, ഞാനിവിടെ ഒരു ലോക്ക് ഇട്ടു. അതുപോലെ തന്നെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അതായത് വന്നിട്ട് വീണ്ടും ബാക്കിലോട്ട് ഒരു ലോക്ക് കൂടി ഇട്ടു. അങ്ങനെ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ആവശ്യമില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അത് ലോക്ക് ഇട്ട് കാണിച്ചു തന്നതാണ്. നിങ്ങൾ ആദ്യമേ അങ്ങ് സ്പീഡായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, ഒന്ന് സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.